ഹായ് ഓൾ. അപ്പം ഞങ്ങൾ പിള്ളേരുടെ കുറച്ച് നാളത്തെ ആഗ്രഹമാണ്, അത് സാധിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇക്കാക്കും പിള്ളേരും ഞാൻ എല്ലാവരും കൂടി പോവാണ്. അവരുടെ ഒക്കെ മുഖത്തത്തെ സന്തോഷം കണ്ട അവരുടെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ അത്. ടി വി മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ. കുറേ നാളായിട്ട് ഇവിടെ ടി വി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ടി വി മേടിക്കാനായിട്ട് അങ്ങാടിയിലെത്തി. ഇവിടെ ഇക്ക 2 കട ഉണ്ടായിരുന്നു, അവിടെ രണ്ടിടത്തും പോയി അന്വേഷിക്കുകയാണ് വിലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ കടയിലാണ് വന്ന് കയറിയത്. ഇവിടെ ടി വിയുടെ വിലയും ഒക്കെ ചോദിച്ച് ഒരു ടി വി വാങ്ങിച്ചു കേട്ടോ, സ്മാർട്ട് ടി വി മേടിച്ചു. അപ്പോൾ അതൊക്കെ മേടിച്ച് തിരിച്ചു പോരുകയായി. സ്റ്റെബിലൈസറും മേടിച്ചു കേട്ടോ. അപ്പോൾ അത് പോന്നപ്പോൾ കൊണ്ടുപോന്നു. മറ്റേ ടി വി അവിടെ സ്റ്റോക്ക് ഉണ്ടായില്ല, അപ്പോൾ ബുക്ക് ചെയ്ത് പോന്നു. അങ്ങനെ തിരിച്ചു വരുന്ന വഴി പിള്ളേർക്ക് ജീരക സോഡ മതി പറഞ്ഞിട്ട് അത് മേടിച്ചു. അവിടെ 3 ജീരക സോഡ ഉണ്ടായുള്ളതുകൊണ്ട്. പിന്നെ ബാക്കി എനിക്കും കാക്കും മോരും വെള്ളം മേടിച്ചു. ഡ്രൈവർക്കും ജീരക സോഡ മേടിച്ച് ആളും അത് കുടിച്ചു. അപ്പം എനിക്കുള്ള മോരും വെള്ളമാണ് ഇട്ടത്. ഭയങ്കര പുളിയായിരുന്നു, അതാണ് മുഖം അങ്ങനെ ഇരിക്കണ. എന്നാലും അത് കുടിച്ചു കേട്ടോ, പുളിയാണെങ്കിലും. പുളിൻ്റെ കാരണം അവന് കൊടുത്തപ്പോൾ പറയും ഇതൊക്കെ ഉണ്ട്, വെറുതെ പറയുന്നതാ, കണ്ടില്ലേ, അതിന് മതിയായി. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ടി വി വന്നത്, ടി വി കൊണ്ടുവന്നതാണ് ഓട്ടോറിക്ഷയിൽ. അപ്പോൾ ടി വി ഫിറ്റ് ചെയ്യാനായിട്ട് ആൾ പിറ്റേ ദിവസം വന്നു കേട്ടോ. അപ്പോൾ ആൾ ഫിറ്റ് ചെയ്യാണ്. ചുമരുമ്മ തുളച്ച് ചുമരുമ്മ വെക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ ടി വി ഒക്കെ ഫിറ്റ് ചെയ്തു കേട്ടോ. മോനാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത്. അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, വലിയ ടി വി മേടിക്കണം, സ്മാർട്ട് ടി വി മേടിക്കണം എന്നൊക്കെ. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് സാധിപ്പിച്ചെടുക്കണം എന്നല്ല. അപ്പോൾ സന്തോഷമായില്ലേ? ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഇനി ആവർത്തിക്കാൻ പാടില്ല ഇതൊന്നും. അപ്പോൾ ശരി, താങ്ക് യു.